ശിക്ഷിക്കുവാൻ നരകത്തിലുണ്ട് മലക്കുകൾ, ദയവന്നതേ അവർക്കില്ല ഉരമാ കൽബുകൾ. സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദേഷ്യത്താലാ, ചലിക്കുന്നതും റബ്ബിൻ്റെ കൽപ്പന പോരാ. ആഹാരമെങ്ങനെ ഇഷ്ടമാണോ മനുഷ്യന്, അതുപോലെയാ ശിക്ഷിക്കലും അംലാക്കിന്. സുഹൃത്തുക്കളെ, അവർക്കുള്ള ശക്തിയും ഊറ്റമാ, ഉദയാസ്തമാനം തന്നെ ചുമലിട ദൂരമാ. ഗദ കൊണ്ടടിച്ചാൽ വീഴും 70,000, നരകത്തിനടിയിൽ താഴും അവരാ അവസരം. ഇതുപോലെ തന്നെ ഹദീസ് കാണാം സ്വാവിയിൽ 175 4-ാം ഭാഗമിൽ. നരകത്തിലുള്ളവർക്കുള്ള തുണിയിൽ ഒന്ന് ആകാശഭൂമി ഇടയ്ക്ക് തൂക്കിയിടുന്ന്. അതിനുള്ള ദുർഗന്ധം ശ്വസിച്ചാൽ പിന്നെ ഭൂലോകവാസികൾ തുലയുമെന്നാ പൊന്നേ. ജിബ്രീൽ നബിയോട് ഇപ്രകാരം വിശദമായി വിവരിച്ചതായി കാണാം മശാരിഖിൽ വ്യക്തമായി. ഈ ജബലിൽ ഒരു മുഴം സിൽസിലത്തതിൽ നിന്ന് വെച്ചാൽ അതേഴാം ഭൂമി വരെ ഉരുകുന്ന്. സുഹൃത്തുക്കളെ, നബി മുസ്തഫ പറയുന്നേ, നരകത്തിലേറ്റം ശിക്ഷ താണവനെന്ന്. കൊടുക്കുന്നതാ തീയാല 2 ചെരിപ്പുകൾ, ധരിച്ചാലുടൻ പതക്കുന്നതാ തലച്ചോറുകൾ. ഉരുളിക്കകം ചൂടേറ്റതായി തിളക്കുന്ന എണ്ണക്കു സാമ്യം എന്ന് തോന്നും അതെന്നാ. അതുമാത്രമല്ല, അവനുള്ള ചെവികൾ 2 തീക്കട്ടയായി മറിയുന്നതാണണപ്പല്ലും.